ആ സമയത്ത് തനിച്ചു വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണം അല്ലേ? ആരും കാണാത്ത നമുക്ക് മാത്രമായ ഒരു സ്ഥലം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചേട്ടനോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. സാറേ ഇതാണ് റൂം, നോക്കിക്കേ. നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും. റൂം പോരാ, ബാത്റൂം അറ്റാച്ച്ഡ്. 150 രൂപ വാടക. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല സാർ. പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ. ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടാ. എന്നാ പിന്നെ സാർ ടവലും ഷീറ്റ് എടുത്തിട്ട് വരാം. ആവശ്യം വരും. ആയിക്കോട്ടെ. ജ്യൂസ് വേണോ? പിന്നെ അണ്ണം കടയിൽ അടിയോട്ടടി ജ്യൂസ്. പാല് കഴിഞ്ഞിട്ടാണോ പാൽപ്പായസം? ഗ്രേസിക്ക് തിരക്കലൊന്നും അറിയില്ലല്ലോ. ഇന്ന് രാത്രി എന്റെ കൂടെ അല്ലേ? തിരക്കഥ തരാൻ പഠിപ്പിച്ചു തരാം. ശരി സാർ. ചിരിക്കുന്നു, നിന്റെ ചിരിയൊക്കെ ഞാൻ മാറ്റും. കട്ടില് പണിഞ്ഞാൽ തൊട്ടില് റെഡി. നമ്മുടെ ആദ്യരാത്രി ഉണ്ടല്ലോ, ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രി ആക്കിയാൽ നമുക്ക് മാറ്റണം. ഇത് ഏത് കോപ്പണായിരിക്കും? ആ നശിച്ച തള്ളയാക്കി ഇന്ന് ഞാൻ അവക്കട. സാർ ബെഡ്ഷീറ്റും തോർത്തും കിട്ടിയില്ല, സോപ്പാണ് കിട്ടിയത്. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? നീ ആ സ്ലിപ്പ് എടുത്തുകൊണ്ടോ? ശരി സാർ. എടുക്കാം, പിന്നെ വരാം. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ? പെണ്ണ് കയറി കൊളുത്തി പ്രേമം. ഇത് അഡ്ജസ്റ്റ്മെന്റ്. ഇങ്ങനത്തെ പേട്ടപ്പയ്യനെ എന്ത് ചെയ്യാനാ? ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. എന്റെ പൊന്ന് ഗ്രേസി, അയ്യോ, എന്താ ഇത്? ഇത്രയും വേണ്ടായിരുന്നു. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? എന്റെ പൊന്നെ, എന്തുവാ ഇത്? ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, ഇക്കാന്റെ അടുത്ത് വാ. ഇനി ഞമ്മക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് ഞമ്മടെ കൽബ്. എന്റെ പൊന്ന് ഗ്രേസി, നീ ഇത്ര പെട്ടെന്ന് വളയൊന്നും വിചാരിച്ചില്ല. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. എനിക്കൊരു ഉമ്മ തരുമോ? അകത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി ഒളിഞ്ഞു നോക്കിയിട്ട് വരാം. പിന്നാമ്പറത്ത് ജനലിൽ ചെറിയൊരു ഓട്ടയുണ്ട്. ഒരു വില്യൻ സായിപ്പ് വന്നിരിക്കുന്നു. അടിച്ചോന്റെ ഉണ്ട ഞാൻ പൊട്ടിക്കും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നു? എന്തൊരു കിടന്നിരിക്കണം? എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ കത്തിച്ചു വെച്ചിരിക്കണം. ഈ പന്നായ മകൾക്ക് വേറെ പണിയില്ലേ? നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്? എന്തുകൊണ്ടാ? എന്താ സാറേ? അയ്യോ, എനിക്കിപ്പോ ബോധം പോവും. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ.